നമസ്കാരം. നമ്മൾ യൂണിനോട്ട് കമ്പനിയുമായി ബന്ധപ്പെട്ട് വിവിധ കാറ്റഗറികൾ പരിചയപ്പെടുത്തുന്ന വീഡിയോയുടെ അടുത്തൊരു സെഗ്മെന്റിലാണ് എത്തിയിരിക്കുന്നത്. ഈ സെഗ്മെന്റിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് കസ്റ്റമൈസ്ഡ് പ്രിന്റിംഗ് രംഗത്ത് ഇന്ന് ഏറ്റവും നല്ല ഒരു വിപണന മാർക്കറ്റുള്ള ഒരു പ്രോഡക്റ്റാണ് കീ ചെയിനുകൾ. കസ്റ്റമൈസ് ചെയ്ത കീ ചെയിനുകൾ വലിയ ബിസിനസ് സാധ്യതയുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള വിവിധ ഈ സെഗ്മെന്റിൽ അവൈലബിൾ ആയിട്ടുള്ള വിവിധ സബ് കാറ്റഗറികളെ പറ്റിയാണ് നമ്മൾ പരിചയപ്പെടുന്നത്. ഫോട്ടോ പ്രിന്റ് ചെയ്ത കീ ചെയിനുകൾ നമുക്ക് റെഡിമെയ്ഡ് ആയിട്ട് ഒരിക്കലും മാർക്കറ്റിൽ നിന്നും മേടിക്കാൻ പറ്റും. ഇപ്പം നമ്മുടെ ഇഷ്ടപ്പെട്ടവരുടെ ഫോട്ടോയോ അല്ലെങ്കിൽ നമ്മുടെ തന്നെ ഫോട്ടോയോ അല്ലെങ്കിൽ നമ്മുടെ വീടിന്റെ ഫോട്ടോയോ ഒക്കെ പ്രിന്റ് ചെയ്ത കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള കീ ചെയിനുകൾ, ഉദാഹരണത്തിന് ഇതുപോലെയുള്ള കസ്റ്റമൈസ് ചെയ്ത ഇൻഡിവിജ്വൽസിനെ കസ്റ്റമൈസ് ചെയ്തെടുത്തിരിക്കുന്ന ഫോട്ടോസ്, ഇത് ഒരു വലിയ മാർക്കറ്റുള്ള സെഗ്മെന്റ് ആണ്. കാരണം നമ്മൾ ഓൺലൈൻ മാർക്കറ്റിലൊക്കെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ വലിയ റേറ്റിൽ 400 രൂപ 500 രൂപ റേറ്റിൽ മാർക്കറ്റിൽ കിട്ടുന്ന ഒരു പ്രോഡക്റ്റാണ്. ഇത് കമ്പാരിറ്റീവ്ലി പ്രോഫിറ്റബിൾ ആയിട്ടും എന്നാൽ ഓൺലൈൻ മാർക്കറ്റിനേക്കാൾ കുറഞ്ഞ റേറ്റിൽ നിങ്ങൾക്ക് സെല്ല് ചെയ്യാൻ കിട്ടുന്ന ഒരു അവസരം. ഈ സെഗ്മെന്റിൽ പ്രധാനമായിട്ടും 3-4 കാറ്റഗറികളുള്ളത്. ഒന്ന്, ഈ പറഞ്ഞതുപോലെ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള പേഴ്സണലൈസ് ചെയ്ത കീ ചെയിനുകൾ എന്ന് പറയുന്ന ഒരു സെഗ്മെന്റ് ഉണ്ട്. അതുകൂടാതെ മറ്റൊരു സെഗ്മെന്റ് എന്ന് പറയുന്നത് ഇതുപോലെ പേഴ്സണലൈസ് ചെയ്തിട്ടുള്ള ടാഗ് ടൈപ്പ് കീ ചെയിനുകൾ, അത് മറ്റൊരു സെഗ്മെന്റ് ആണ്. പിന്നെ നെയിം പ്രിന്റഡ് ആയിട്ടുള്ള കീ ചെയിനുകൾ, അവരവരുടെ പേര് അല്ലെങ്കിൽ വീട്ടുപേര് അല്ലെങ്കിൽ ഓഫീസിന്റെ പേരുകൾ ഒക്കെ പ്രിന്റ് ചെയ്തിട്ടുള്ള കീ ചെയിനുകൾ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കും. പിന്നെ പ്രധാനമായിട്ടും താക്കോല് അല്ലെങ്കിൽ കീ നമ്മൾ യൂസ് ചെയ്യുന്ന വാഹനങ്ങളുമായി റിലേറ്റ് ചെയ്തിട്ടുള്ളതാണെങ്കിൽ നമ്മുടെ തന്നെ വണ്ടിയുടെ നമ്പർ പ്രിന്റ് ചെയ്തത് അല്ലെങ്കിൽ ഫോൺ നമ്പർ പ്രിന്റ് ചെയ്തത് അല്ലെങ്കിൽ വണ്ടിയുടെ തന്നെ ഫോട്ടോ ഒക്കെ പ്രിന്റ് ചെയ്തിട്ടുള്ള ഈ രീതിയിലുള്ള പ്രോഡക്റ്റുകൾ നമുക്ക് ഇതിന്റെ ഭാഗമായിട്ട് സെയിൽ ചെയ്യാൻ ഒക്കുന്നതാണ്. ഇതിന് തന്നെ മറ്റൊരു സെഗ്മെന്റ് ആണ് എൻഗ്രേവ്ഡ് ആയിട്ടുള്ള കീ ചെയിനുകൾ. ഇത് പ്രിന്റിംഗ് അല്ല, പകരം ലേസർ എൻഗ്രേവ് ചെയ്തിട്ടുള്ള പ്രോഡക്റ്റ്, കുറെ കൂടെ ഡ്യൂറബിൾ ആയിട്ടുള്ള പ്രോഡക്റ്റുകളാണ്. ഈ കസ്റ്റമൈസ്ഡ് പ്രിന്റിങ്ങിനകത്ത് വരുന്ന മുഴുവൻ പ്രോഡക്റ്റുകളും ഡയറക്റ്റ് ആയിട്ട് സ്റ്റിക്കർ പ്രിന്റ് എടുത്ത് ഒട്ടിക്കുന്ന സെഗ്മെന്റ് അല്ല. ഇതെല്ലാം UV പ്രിന്റഡ് ആണ്. നേരെ മെറ്റീരിയലിലേക്ക് ഡയറക്റ്റ് ആയിട്ട് പ്രിന്റ് ചെയ്തിരിക്കുകയാണ്. അത് കാരണം ഇത് സ്ക്രാച്ച് ചെയ്താലൊന്നും പോകുന്ന ഒരു പ്രോഡക്റ്റ് അല്ല. അതുപോലെ തന്നെ വെയിലടിച്ചാൽ ഇതിന്റെ കളർ ഫെയ്ഡ് ആവുകയോ ഒന്നും ചെയ്യുന്നതല്ല. കാര്യം ഓൾറെഡി UV ടെക്നോളജി വരുന്നതായതുകൊണ്ട് തന്നെ UV ലൈറ്റ് ഉപയോഗിച്ചാണ് ഇതിനെ പ്ലേസ് ചെയ്തിരിക്കുക തന്നെ ചെയ്തത്. അതുകൊണ്ട് വളരെ ലാസ്റ്റിംഗ് ആയിട്ടുള്ളതും ഡ്യൂറബിൾ ആയിട്ടുമുള്ള പ്രോഡക്റ്റുകളാണ് ഈ കാറ്റഗറിയിൽ വരുന്നത്. ഇപ്പോഴത്തെ ട്രെൻഡിങ് പ്രോഡക്റ്റുകളുടെ കാറ്റഗറിയിൽ വരുന്നതാണ് ഇതുപോലെയുള്ള പൊളിറ്റിക്കൽ പാർട്ടീസുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കീ ചെയിനുകൾ. ഈ സെഗ്മെന്റിൽ നമുക്ക് ഇപ്പോഴത്തെ ട്രെൻഡിൽ കൂടുതൽ മാർക്കറ്റ് ചെയ്യാൻ ഒക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ് പൊളിറ്റിക്കൽ പാർട്ടി റിലേറ്റഡ് ആയിട്ടുള്ളത്. അതിൻ്റെ തന്നെ ടാഗ് ടൈപ്പ് ഈ രീതിയിൽ പൊളിറ്റിക്കൽ പാർട്ടികളുമായി ബന്ധപ്പെട്ട കീ ചെയിനുകൾ നമുക്ക് ഈ സെഗ്മെന്റിൽ കൊടുക്കാൻ പറ്റും. ഇനി ഇതുകൂടാതെ കോമൺലി അവൈലബിൾ ആയിട്ടുള്ള കുറെ കീ ചെയിനുകൾ, അതായത് നമ്മൾ ദൈവങ്ങളുടെയൊക്കെ ഇമേജസ് വെച്ച് സാധാരണഗതിയിൽ കീ ചെയിനുകൾ യൂസ് ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ ഏതെങ്കിലും പർട്ടിക്കുലർ സ്ഥാപനങ്ങളുടെയോ സംഘടനകളുടെയോ ഒക്കെ ഫോട്ടോസ് വെച്ചിട്ടുണ്ട്. ഇപ്പൊ NSS കോളേജുകളിലും സ്കൂളുകളിലും ഒക്കെ യൂസ് ചെയ്യുന്ന ആവശ്യമായിട്ട് വരുന്ന NSS, NCC, അതുപോലെ അഡ്വക്കേറ്റ്സ്, SPC, ആർമി, നേവി, എയർഫോഴ്സ്, അതുപോലെ വിവിധ സംഘടനകൾ, ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ്, അതുപോലെ ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ, അങ്ങനെ പല സംഘടനകളുടെ എംബ്ലങ്ങൾ പ്ലേസ് ചെയ്തിട്ടുള്ള കീ ചെയിനുകൾ. ഈ കാറ്റഗറികൾ എല്ലാം മാർക്കറ്റ് ചെയ്യാനും സെയിൽ ചെയ്യാനും ഉള്ള ഒരു അവസരം കമ്പനിയുടെ ഫ്രാഞ്ചൈസികൾക്ക് കിട്ടുന്നുണ്ട്. ഇതുകൂടാതെ ഇതിനകത്തിൽ വരുന്ന ഈ കാറ്റഗറിയിൽ തന്നെ വരുന്ന പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള മറ്റൊരു സെഗ്മെന്റ് ആണ് നമ്മൾ കാർ ഡാഷ്ബോർഡിൽ വെക്കുന്ന കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഫോട്ടോസ്. അതിനകത്തില് നമുക്ക് ഈ രീതിയിൽ പല വലിപ്പത്തില് ഒരു 4 ഇഞ്ച്, 3.5 ഇഞ്ച്, 4 ഇഞ്ച്, 4.5 ഇഞ്ച് വലിപ്പം വരെ വരുന്ന പല പ്രോഡക്റ്റുകൾ ഇതേ രീതിയിൽ പല കാറ്റഗറിയിൽ വരുന്ന നമ്മുടെ തന്നെ ഫോട്ടോസ് വെച്ച് വേണമെങ്കിൽ നമുക്ക് ഈ കാറ്റഗറി ചെയ്തെടുക്കാൻ ഒക്കുന്നുണ്ടാവും.
അങ്ങനെയുള്ള കാറിന്റെ ഫ്രണ്ടിലെ ഡാഷ്ബോർഡിൽ നമ്മൾ വെക്കുന്ന പേഴ്സണലൈസ് ചെയ്ത പ്രോഡക്റ്റുകളുടെ ഒരു സെഗ്മെന്റ് കൂടി ഈ കാറ്റഗറിയിൽ നമുക്ക് സെയിൽ ചെയ്യാൻ കിട്ടുന്നുണ്ടാവും. അപ്പൊ ഇതിന് നമ്മുടെ ഫ്രാഞ്ചൈസികളെ സംബന്ധിച്ചിടത്തോളമോ അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ കസ്റ്റമർ എന്താണോ ആവശ്യപ്പെടുന്നത് ആ പിക്ചർ അപ്ലോഡ് ചെയ്യുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് മാത്രമേ ഉള്ളൂ. അവർക്ക് കംപ്ലീറ്റ് ഫിനിഷ് ചെയ്ത പ്രോഡക്റ്റുകൾ നമുക്ക് ഈ സെഗ്മെന്റിൽ നിങ്ങൾക്ക് എത്തിച്ചു തരാൻ ഒക്കുന്ന ഒരു പ്രോഡക്റ്റ് കാറ്റഗറിയാണ് ഈ ചെയിനുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. അപ്പൊ ഇതിനകത്തില് കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഇതിനെല്ലാം ഉപയോഗിക്കുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് 100% ട്രാൻസ്പെറന്റ് അക്രിലിക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് പൊട്ടിപ്പോകുന്നതോ ഡാമേജ് ഉണ്ടാകുന്നതായിട്ടുള്ള പ്രോഡക്റ്റുകളല്ല. അപ്പൊ ഇതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ നിങ്ങൾ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ കസ്റ്റമർ കെയർ നമ്പറിൽ ബന്ധപ്പെടാം. ഫ്രാഞ്ചൈസികൾക്ക് ഇത് എല്ലാ പ്രോഡക്റ്റുകളും 50% ഡിസ്കൗണ്ടിലായിരിക്കും പ്രോഡക്റ്റുകൾ എന്ന് പറഞ്ഞാൽ ഒരു ഫ്രാഞ്ചൈസികളെ സംബന്ധിച്ചിടത്തോളം ഇത് 50% മാർക്കറ്റിംഗ് സെല് ചെയ്യാൻ കിട്ടുന്ന പ്രോഡക്റ്റുകളാണ്. കമ്പനിയുടെ എല്ലാ പ്രോഡക്റ്റുകളും ആ കാറ്റഗറിയിൽ വരുന്ന ഈ പ്രോഡക്റ്റ്. അപ്പൊ നമുക്ക് അടുത്ത ഒരു സെഗ്മെന്റ് കാറ്റഗറിയുമായിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും